ഇസ്രായേൽ തിരിച്ചടിക്കുകയാണ്. ലബനനിലെ ജനവാസ മേഖലകളിൽ ഉൾപ്പെടെ ഇസ്രായേൽ സൈനിക നടപടി നടത്തിയതിനെ തുടർന്ന് ഹോർമൂസ് കടലെടുക്ക് വീണ്ടും അടയ്ക്കുകയും ചെയ്തു ഇറാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് 24 മണിക്കൂർ തികഞ്ഞില്ല. അതിനു മുൻപാണ് ഇറാൻ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും അടച്ചത്. ലബനനിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണങ്ങൾക്കുള്ള പ്രതിഷേധമായിട്ടായിരുന്നു ഇറാന്റെ നീക്കം. കപ്പൽ ഗതാഗതത്തിന് ഹോർമൂസ് കടലെടുക്ക് തുറന്നു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നിബന്ധനകളോടെയാണ് രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് യുഎസും ഇറാനും സമ്മതിച്ചത്. ഹിസ്ബുല്ലയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 100-ലധികം മിസൈലുകളാണ് ഇസ്രായേൽ ലബനനിലേക്ക് തൊടുത്തുവിട്ടത്. ആക്രമണത്തിൽ 112 പേർ കൊല്ലപ്പെട്ടു, 837 പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. ലബനനിലെ ജനവാസ മേഖലകളിൽ ഉൾപ്പെടെ ഇസ്രായേൽ സൈനിക നടപടി തുടരുന്നത് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ലബനനിലെ കടന്നുകയറ്റത്തിൽ പ്രതിഷേധിച്ചാണ് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാടിയ ഹോർമൂസ് കടലെടുക്ക് വീണ്ടും അടയ്ക്കാൻ ഇറാൻ തീരുമാനിച്ചത്. പശ്ചിമേഷ്യയിൽ സമാധാന പ്രതീക്ഷകൾ ഉയരുന്നതിനിടെയാണ് ലബനനിൽ വീണ്ടും ഭീകര ആക്രമണം ഇസ്രായേൽ ആരംഭിച്ചത്. വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇസ്രായേൽ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ ഒറ്റ രാത്രിയിൽ കൊല്ലപ്പെട്ടത് 100 കണക്കിന് ആളുകളാണ്. 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രദേശത്ത് നിലനിന്നിരുന്ന സമാധാന പ്രതീക്ഷകൾക്ക് ഇതോടെ വലിയ തിരിച്ചടിയാണ്. ഈ യുദ്ധത്തിലെ തന്നെ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്നിനെ വിലയിരുത്തുന്നത്. ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ നിന്നടക്കം വൻ പുക പടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ലബനൻ സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ കണക്കുകൾ അനുസരിച്ച് കുറഞ്ഞത് 254 പേർ കൊല്ലപ്പെട്ട് 837 പേർക്ക് പരിക്കേറ്റു. നയതന്ത്ര തലത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുമ്പോഴും ലബനനിൽ ചോരപ്പുഴ ഒഴുക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ രണ്ടാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടത്. ഇതനുസരിച്ച് കടലെടുക്ക് തുറന്നുകൊടുക്കാനും ആഗോള ഊർജ്ജ വിതരണം പുനഃസ്ഥാപിക്കാനും ഇറാൻ സമ്മതിച്ചതാണ്. എന്നാൽ ഈ കരാറിൽ ലബനൻ ഉൾപ്പെടുന്നില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാൻ കടലെടുക്ക് ഉടനടി തുറക്കുകയും അമേരിക്കയ്ക്കും ഇസ്രായേലും നേരെ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്താൽ പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തെ ഞങ്ങൾ പിന്തുണയ്ക്കും. എന്നാൽ ഈ വെടിനിർത്തൽ കരാറിൽ ലബനൻ ഉൾപ്പെടുന്നില്ല എന്നാണ് നെതന്യാഹു എക്സിൽ കുറിച്ചത്. ഇറാനെതിരെ ഞങ്ങൾ ഓപ്പറേഷൻ ഗിഡിയൻ സ്വാഡ്, ഓപ്പറേഷൻ ലയൺസ് റോർ എന്നിവ ആരംഭിച്ചിരുന്നില്ല എങ്കിൽ അവർ പണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കാനും നമ്മുടെ നിലനിൽപ്പിനെ ഭീഷണിപ്പെടുത്താനുമുള്ള ആയിരക്കണക്കിന് മിസൈലുകളും ആണവായുധങ്ങളും സ്വന്തമാക്കുമായിരുന്നു. ഭീകര ഭരണകൂടത്തെ ഞങ്ങൾ പിന്നിലാക്കിയത് വർഷങ്ങളാണ്. സമ്പുഷ്ടീകരിച്ച വസ്തുക്കൾ ഇറാൻ വിട്ടുപോകും, ഒന്നുകിൽ കരാറിലൂടെ അല്ലെങ്കിൽ പുതുക്കിയ പോരാട്ടത്തിലൂടെ. ഈ വിഷയത്തിൽ ഇസ്രായേലും യുഎസും ഒരേ നിലപാടിൽ എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അമേരിക്കയുമായി നടത്തിയ ചർച്ചകളിൽ ഇസ്രായേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഹിസ്ബുല്ലക്കെതിരായ പോരാട്ടം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു. ഹിസ്ബുല്ലക്കെതിരെയുള്ള സൈനിക നടപടികൾ തുടരും എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പക്ഷം. ലബനനിലെ ഇസ്രായേൽ ആക്രമണത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പക്ഷേ പിന്തുണച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള കരാറിൽ ഹിസ്ബുല്ലെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ നിലപാട് ഇങ്ങനെ വ്യക്തമാക്കിയത്. ഇറാൻ ഹോർമൂസ് കടലെടുക്ക് അടച്ചതിനെതിരെ വൈറ്റ് ഹൌസ് എന്നാൽ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. കടലെടുക്ക് എത്രയും വേഗത്തിലും സുരക്ഷിതമായും വീണ്ടും തുറക്കണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു. ആഗോള വിപണിയെ ബാധിക്കുന്ന ഇത്തരം നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കി. ഇറാനുമായുള്ള മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി യുഎസ് പ്രസിഡന്റ് ട്രംപ് തന്റെ ചർച്ചാ സംഘത്തെ ഈ വാരാന്ത്യത്തിൽ പാകിസ്ഥാനിലേക്ക് അയക്കുമെന്നും കരോലിൻ ലീവിറ്റ് അറിയിച്ചു. വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ആകും സംഘത്തെ നയിക്കുക. വാൻസിനൊപ്പം സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫ്, സീനിയർ അഡ്വൈസർ ജാരഡ് കുഷ്ണർ എന്നിവരും പ്രതിനിധി സംഘത്തിൽ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.